അമ്മ ചോറുമതി എടുത്തു വെച്ചോ, ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചോളാം. മജിസ്ട്രേറ്റ് പണിക്ക് പോകുമല്ലേ പൊതി ചോറും കൊണ്ട് പോകാനായിട്ട്. അമ്മ എന്തോ ഇപ്പൊ പറഞ്ഞേ? എന്താ പറഞ്ഞേ, വല്ലതും തെറ്റുണ്ടോ? നിന്നോട് ഞാൻ ഗൾഫിൽ പോകാൻ പറഞ്ഞല്ലേടാ, നീ മനഃപൂർവ്വമാണോ പോകാത്തെ? അതെ, ഞാൻ മനഃപൂർവ്വം പോകാത്തെ. അല്ലേലും അറിയാടാ നീ മനഃപൂർവ്വം പോകാത്തേന്ന്. നീ എങ്ങാണം പോയി ഞങ്ങൾ രക്ഷപ്പെട്ടാലോ? അല്ലേലും നിന്നെ കൊണ്ട് എന്തുവാടാ ഈ കുടുംബത്തിന് ഒരു പ്രയോജനം ഉള്ളത്? എൻ്റെ 16ാമത്തെ വയസ്സ് തൊട്ടാ ഞാൻ ആ വർക്ക്ഷോപ്പിൽ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന് പട്ടിപ്പണി എടുക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് സമ്പാദിക്കുന്നതിൻ്റെ 3/4 ഭാഗം ഈ കുടുംബത്തിന് വേണ്ടിയിട്ടും അച്ഛൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു നയാ പൈസ എനിക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയിട്ടില്ല. എനിക്ക് 30 വയസ്സായി. എൻ്റെ പ്രായമുള്ള എല്ലാവരും ലൈഫിൽ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡായി. ഞാനോ ഇപ്പോഴും ഈ കുടുംബത്തിന് വേണ്ടി കാളെ പോലെ കിടന്ന് പണിയെടുക്കുക. പിന്നെ ഗൾഫിൽ പോകാൻ പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നിട്ട് അയച്ചു തരുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ. എല്ലാ കുടുംബത്തും മൂത്ത മക്കളുടെ വിധിയായി. കൊടുക്കുന്നവനെന്നും കൊടുത്തോണ്ടിരിക്കും, മേടിക്കുന്നവനെന്നും മേടിച്ചുകൊണ്ടിരിക്കും. അമ്മേ, ഞാനൊരു മനുഷ്യനാണ്, മെഷീനല്ല.